പ്രശ്നമുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ഞാൻ അബോർഷൻ ചെയ്യില്ല. കാരണം ഇത് മാതാവ് തന്ന കുഞ്ഞാണ്. മാതാവ് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കൊള്ളും. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഭയങ്കര മനോവിഷമത്തിലാണ് പോകുന്നത്. എന്നാലും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് നമ്മൾ ടെസ്റ്റൊന്നും ചെയ്യാൻ നോക്കണ്ട, നിങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ, ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ മുന്നോട്ട് പോയി. അടുത്ത സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിന് വേറെ അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല, ക്രോമസോമലായിട്ട് അറിയാൻ പറ്റില്ല, അല്ലാതെ വേറെ ഫിസിക്കലി അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും ഓരോ ദിവസവും പ്രാർത്ഥിച്ച് തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. അതിനുശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവാറ്. അങ്ങനെ മാർച്ച് 15 2024 എനിക്ക് ഒരു മിടുക്കനായ ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു.